ശാരീരിക എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം പ്രാധാന്യം തന്നെയാണ് മനസ്സിൻ്റെ ആരോഗ്യം. ഇപ്പോൾ WHO തന്നെ പറഞ്ഞിരിക്കുന്നത് മനസ്സിനും അതുപോലെ ശരീരത്തിനും ആരോഗ്യമുള്ളവനാണ് പ്രോപ്പർലി ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മാനസിക ആരോഗ്യം നേടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കുടുംബവും കൂട്ടുകാരോടൊപ്പം സമയം മാക്സിമം ചെലവഴിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ കുറച്ച് നേരം സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മനസ്സിൻ്റെ ക്ഷേമത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു മാർഗമാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് പാടാൻ ഇഷ്ടമായിരിക്കും. ഇപ്പോൾ പലതരത്തിലുള്ള ആപ്പുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ തിരക്കുള്ള ജീവിതത്തിലാണെങ്കിൽ നമുക്കത് പറ്റാതിരിക്കാൻ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളത്. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ അതിലും പച്ചപ്പുണ്ടാവാം, അല്ലെങ്കിൽ കടലുണ്ടാവും. ഇത് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പേശികളുടെ പിരിമുറുക്കവും ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ പല ബുദ്ധിമുട്ടുകളും കുറയ്ക്കാനും അതുപോലെ ഇല്ലാതാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ വ്യായാമം ചെയ്യുക. എല്ലാ ദിവസവും കുറഞ്ഞതൊരു 20 മുതൽ 30 മിനിറ്റ് ചെറിയ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഗുണം ചെയ്യും. കാരണം നമ്മുടെ ആ ഒരു വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറട്ടോണിൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാവും. അത് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള വിഷാദങ്ങൾ മാറ്റാനും അതുപോലെ നമുക്ക് നല്ലോണം ഉറങ്ങാനും ഒക്കെ വളരെയധികം സഹായിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു 6 മുതൽ 8 മണിക്കൂർ ദിവസം മിനിമം ഉറങ്ങിയിരിക്കണം. അത് രാത്രി തന്നെ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി രാത്രി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ രാവിലെ എങ്കിലും ഉറങ്ങുക. പക്ഷെ അത് കൃത്യമായത് ഉറങ്ങാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സമയത്തിന് ആഹാരം കഴിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ആഹാരം നിർബന്ധമായിട്ടും കഴിക്കണം. അമിതമായി കഴിക്കാതെ നമ്മുടെ ഊർജ്ജത്തിന് ആവശ്യമുള്ള ആരോഗ്യത്തിന് ആവശ്യമുള്ള സാധനം കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് മാനസികമായി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ ശ്രമിച്ചതിന് ശേഷവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ നിർബന്ധമായിട്ടും കാണാം.